2014 മുതൽ 19 വരെയുള്ള ലോക്സഭയിലും 2019 മുതൽ 2024 വരെയുള്ള ലോക്സഭയിലും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദി വരുമായിരുന്നു. നരേന്ദ്രമോദി വന്നിരിക്കാൻ കാരണം എന്താണ്? 282 സീറ്റിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 2014, 303 സീറ്റിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 2019. താനാണ് കേമൻ, താനാണ് രാജ്യത്തിൻ്റെ അധികാരി എന്ന നിലയ്ക്കുള്ള ആത്മവിശ്വാസം നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. മറുപക്ഷത്ത് ഒട്ടും തന്നെ ആത്മവിശ്വാസമില്ലാത്തൊരു പ്രതിപക്ഷമായിരുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഉള്ള ആത്മവിശ്വാസം, അതാണ് ഇന്ന് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഞങ്ങളുടെ നേട്ടമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മവിശ്വാസം എന്നുള്ള വാക്ക് നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? ആത്മവിശ്വാസം മനുഷ്യർക്ക് ഉണ്ടാകണം എന്നുള്ളത്. ഇവിടെ അഹങ്കാരം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഞാനാണ് ഈ രാജ്യത്തിൻ്റെ നേതാവ്, ഞാൻ മാത്രമാണ് ഈ രാജ്യത്തിൻ്റെ നേതാവ്. നോക്കൂ, നിങ്ങളെയൊക്കെ ജനങ്ങൾ പുറത്താക്കിയിരിക്കുന്നു, ആകപ്പാടെ 10-20 പേര് എനിക്ക് മുമ്പിൽ ഇരിക്കുന്നു, നിങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന മട്ടിലാണ് 2014ലെയും 2019ലെയും ലോക്സഭയിൽ നരേന്ദ്രമോദി പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗ സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. 2024 അദ്ദേഹത്തിന് കഴിയുന്നില്ല. കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി എന്ന ബിംബത്തിനുണ്ടായിരിക്കുന്നത്. 24 തെരഞ്ഞെടുപ്പിലെ ജനവിധി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഡിക്റ്റ് അഗൈൻസ്റ്റ് മോഡിയാണ്. ഒരു സംശയം വേണ്ട. കാരണം നരേന്ദ്രമോദിയുടെ എന്താ പറയുക ഗ്യാരണ്ടിയും നരേന്ദ്രമോദിയുടെ പടവും മാത്രം വെച്ചുകൊണ്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർക്കൊന്നും ഉത്തരവാദിത്തമില്ല. മറ്റൊരു നേതാവിൻ്റെയും പടം എവിടെയും കണ്ടിട്ടില്ല. യോഗിയുടെ പോലും പ്രശ്നം എന്തായിരുന്നു? യോഗിയുടെ പടം ചെറുതാക്കി വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയാണല്ലോ ഉയർന്നു നിന്നിരുന്നത്. നരേന്ദ്രമോദിയുടെ പടം വെച്ച് നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ ഉണ്ടാക്കി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, നരേന്ദ്രമോദിയുടെ പരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പം ആ തോൽവിയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം. സ്വാഭാവികമായിട്ടും അതൊരു ആത്മവിശ്വാസ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നരേന്ദ്രമോദി ഇതിനകത്തേക്ക് വരില്ല എന്നുള്ളത്, ഈ പ്രസംഗം കേൾക്കാൻ വരില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. Meet the editors.